സോ ഹലോ ഗൈസ്, എല്ലാവർക്കും എച്ച് പി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വെറും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് മാത്രമല്ല, അതുകൂടാതെ എൻ്റെ ഒരു റിവ്യൂ കൂടെയാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടായിരിക്കുമല്ലോ വരുന്നത്. സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോൾട്ട് പുറത്തിറക്കിയിരിക്കുന്ന മസ്റ്റാങ് എഡിഷനായ ഒരു വയർലെസ് ഇയർബഡ്സ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നിങ്ങളൊരു അൺബോക്സിങ് കണ്ടിട്ട് പോവാ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് തൊട്ടിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൺ ഓൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായതെന്ന് കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് എൻ്റെ വീഡിയോസ് ഒന്നും കൂടെ നന്നാക്കാനൊക്കെ സാധിക്കും. സോ എന്തായാലും അൺബോക്സിങ് കണ്ടിട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബോൾട്ടിൻ്റെ ടോർക്ക് മസ്റ്റാങ്. സോ ഇത് നോക്കുക, ഈ ഒരു പെട്ടി തന്നെ നല്ല ലുക്കാണ്. ഓക്കെ, സോ പിന്നെ ഈ സംഭവം ഒറിജിനൽ ആണോ അല്ലയോ എന്നറിയാൻ അതിൻ്റെ പുറകെ തന്നെ മസ്റ്റാങ്ങിൻ്റെ ഒരു സിമ്പിളായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ കത്തിയൊന്നുമില്ല, അതുകൊണ്ടാണ് പേനയും വെച്ച് ഇത് സീല് പൊളിക്കുന്നത്. ഓക്കെ, സോ നമുക്കിത് പൊളിക്കാം. ഓക്കെ, എനിക്ക് ഇപ്പോഴും എക്സൈറ്റ്മെൻ്റ് ആണ് അത് സംഭവം കാണാൻ. കാരണം ഓർഡർ കൊടുത്താൽ തന്നെ ഒറ്റൊരു സാധനം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ഷൈനിങ് നോക്കിയ ഗൈസ്, നല്ലൊരു ഷൈനിങ് ആണ് സംഭവത്തിന് വരുന്നത്. ഇത് ഈ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ശരിക്കും. ഇവിടെ ടോർക്ക് മസ്റ്റാങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പുറകിൽ ഒരു ഫോട്ടോയും തന്നിട്ടുണ്ട് നമ്മുടെ. ഓക്കെ, നമുക്ക് തുറക്കുകയാണ്. സോ ഗൈസ്, ലുക്ക് അറ്റ് ദിസ്, ഐ ആം വെരി എക്സൈറ്റഡ്. ഓക്കെ, നമുക്കിത് തുറക്കാം. എന്തായിരിക്കും ഉള്ളിലെന്ന് നോക്കാം. ഇതെവിടെ തുറക്കുന്നത്? ഓക്കെ, സോ നമ്മൾ തുറന്നു. മസ്റ്റാങ് ഓണേഴ്സ് ക്ലബ്. ഞാൻ മസ്റ്റാങ്ങിൻ്റെ ഒരു മെമ്പറായി ഗൈസ് ഇപ്പോൾ. ഓക്കെ, നമുക്കിത് തുറക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ വന്നേന്ന് നോക്കാം ആദ്യം. ഓക്കെ, ഇത് എന്തൊക്കെയാണ്? ഇത് കുറേ പേപ്പർ ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഒരു ബ്ലൂ ബ്ലാക്ക് കളറുള്ള ഒരു കേബിളാണ് നമുക്ക് ആദ്യം കിട്ടിയേക്കുന്നത് ചാർജ് ചെയ്യാൻ. ഒറ്റൊരെണ്ണുള്ളൂ. പിന്നെ എന്തൊക്കെയാ? ഓക്കെ, നമുക്ക് ആ മറ്റേ സംഭവം ഉണ്ടല്ലോ, സോഫ്റ്റിങ്, മറ്റേ എന്താ പറയുന്നത്, ചെവി വെക്കുന്ന സാധനം. അത് സൈസ് വേറെ കുറേ സൈസ് ഉണ്ട്. ഓക്കെ, വേറെ നമുക്ക് എന്തൊക്കെയാ? കുറേ പേപ്പറാണത്? അല്ലല്ലോ. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഗൈസ്. കൂൾ സ്റ്റിക്കേഴ്സ് 1 2. ഓക്കെ, പിന്നെ ഒരു വാറന്റി കാർഡും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 3 മാസത്തേക്ക് വാറന്റി ഉണ്ട് ഇതിന്. ഓക്കെ, 1 2 3. ഓക്കെ, മൂന്നാമത്തെ സ്റ്റിക്കറാണിത്. ഓക്കെ, ഇനി മസ്റ്റാങ് ലിമിറ്റഡ് എഡിഷൻ ആണുള്ളത്. ഓക്കെ, അങ്ങനെ 5 സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഇല്ല. ഓക്കെ, പിന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. നിങ്ങളിതൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ പറയണം. സോ ഇതാണ് നമ്മുടെ ടോർക്കിൻ്റെ യൂസർ മാനുവൽ. ഓക്കെ, ഇത് ഞാൻ സാധാരണ പറഞ്ഞാൽ വായിച്ചു നോക്കാറില്ല, പക്ഷെ എന്തായാലും കൊടുത്തതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ 2 സൈഡിലും കുറേ എഴുത്തൊക്കെ ഉണ്ട്. നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഗൈസ്, ഇനി നമ്മുടെ സംഭവം അണ്ണനെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഗൈസ്, ഹിയർ ഈസ് അവർ മസ്റ്റാങ്, ടോർക്ക് മസ്റ്റാങ്. ഇതായിരിക്കുന്നു. കയ്യിലെടുക്കുമ്പോൾ തന്നെ എൻ്റെ മോനെ ലുക്ക് നോക്കിയേ ഗൈസ്. ആ ഒരു ലുക്ക് നോക്കി. സെറ്റ് സാധനം, ഒന്നും പറയാനില്ല. ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ പോലെ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ സീല് പൊളിക്കാം. ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ് ഓഫ് അട്രാക്ഷൻ. സൈഡിൽ GT എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാ 2 പുറകില് കേബിളൊക്കെ ഉണ്ടല്ലോ. ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലോ. മസ്റ്റാങ് എന്നൊക്കെ എഴുതിയൊക്കെ നോക്കി. നല്ല സെറ്റ് സാധനം. അപ്പോൾ എന്തായാലും ഇതിനി യൂസ് ചെയ്തിട്ട് ചാർജൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബോൾട്ടിൻ്റെ ടോർക്ക് മസ്റ്റാങ് എഡിഷൻ ആയ TWS. സോ നിങ്ങൾ കണ്ട അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലോ, അതൊരു 11 ദിവസം മുമ്പത്തെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ 11 ദിവസം ഞാനിത് യൂസ് ചെയ്യുന്ന ഒരു റിവ്യൂ കൂടിയാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ പെട്ടെന്നൊരു അൺബോക്സിങ് നടത്തിയിട്ട് അന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് ഇടുന്നതിലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ മെയിൻലി ഇതിൻ്റെ ഒരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ആ ഒരു ഡിസൈൻ അതാണ് നമ്മളെ എപ്പോഴും ഇതിലേക്കൊന്ന് അട്രാക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഡിസൈൻ ഒന്ന് കാണുക. നല്ലൊരു സെറ്റ് ഡിസൈനാണ് ഇതിൽ വരുന്നത്. സോ ഇവിടെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന പോലെ ഫോർഡിൻ്റെ മസ്റ്റാങ്ങിൻ്റെ സിമ്പിൾ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഈ സൈഡിൽ GT എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പുറകിൽ 2 USB-C ടൈപ്പ് ചാർജിങ് പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളിത് തുറക്കുവാണെങ്കിൽ നമ്മളുടെ 2 ഇയർ പീസസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് ലൈറ്റിങ്ങും കത്തുന്നുണ്ട്.
ഈ രണ്ട് USB പ്ലോട്ട് കണ്ടല്ലോ, അത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ രണ്ട് പീസസിനും ചാർജിങ്ങിന് കൊടുക്കാനാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മളിത് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഈ മസ്റ്റാങ്ക് എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അതിൻ്റെ പുറകിലായിട്ട് ഒരു റെഡ് ലൈറ്റിംഗ് ഉണ്ട്. അതിപ്പോൾ ഈ ലൈറ്റ് ഉള്ള സമയത്തൊന്നും കാണില്ല. നമ്മൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കുകയൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. സോ എന്തായാലും ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാമറയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് നമ്മളിപ്പോൾ സാധാ ഒരു ആളിത് മേടിക്കുവാണെങ്കിൽ ഇതിൻ്റെ ടെക് വശമൊന്നും നോക്കിയിട്ടായിരിക്കും മേടിക്കുന്നത്. പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ലുക്കൊക്കെ കണ്ടിട്ടായിരിക്കും മേടിക്കുന്നത്. സോ ഒരു ടെക് വശം പറയാനാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ ഇനി പറയുന്നത്. ഇതിൽ ENC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് എൻവയൺമെൻറ്റ് നോയിസ് ക്യാൻസലേഷൻ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ANCയും ENCയും ഒരേപോലെയല്ല. ഇത് ഒരു 1799 രൂപയുടെ പ്രൈസിങ്ങിൽ വരുന്നുമുണ്ട്. അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു 20,000 രൂപയുടെ സംഭവങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. ENC ഞാനിപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് പുറത്തൊക്കെ ഞാൻ പോയി ഇതൊക്കെ യൂസ് ചെയ്തു, എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. ഓക്കെ, ഞാനൊരു 20,000 രൂപയുടെ സാധനമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെയും വ്യത്യാസം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മേടിച്ച സാധനത്തിന് എനിക്ക് നല്ല ക്വാളിറ്റി ഓഫ് സൗണ്ട് ഇപ്പോൾ പുറത്തായാലും അകത്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് പറയാനുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. സോ ഇതെല്ലാവർക്കും ഒരു വിഷയമുള്ളൊരു കാര്യമാണ്. ചില TWSനൊക്കെ എന്ന് വെച്ചാൽ ഈ വില കുറവ് വരുന്ന മോഡലിനൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. പക്ഷേ ഈ സാധനത്തിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഞാൻ ഈ സാധനം 11 ദിവസം മുമ്പ് മേടിച്ചപ്പോൾ ഫുൾ ചാർജ് ആക്കിയതാണ്. അത് ഇനി ഇതുവരെ ഞാൻ ഇത് ചാർജിന് ഇട്ടിട്ടില്ല. ഓക്കെ, സോ ഞാൻ മറന്നുപോയി, അത് വേറെ ഒരു കാര്യം. പക്ഷെ എന്നാലും ഞാനത് ബാറ്ററി ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട്. പക്ഷെ ഇത് ഇതുവരെ ഡെഡ് ആയിട്ടില്ല, എന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ആയി പോയിട്ടില്ല ഇതുവരെ. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാനിത് മര്യാദയ്ക്ക് യൂസ് ചെയ്ത ഒരു 5 ദിവസമാണ്, അത് വേറൊരു കാര്യം. എന്നാലും ആ ഒരു ബാക്കി ഒരു 4 ദിവസം ഞാൻ ചെറുതായിട്ടെങ്കിലും ഞാൻ യൂസ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു 5 ദിവസം എന്ന് പറഞ്ഞല്ലോ, 5 ദിവസം ഞാൻ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മാക്സിമം 3 മണിക്കൂറെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഫുൾ ടൈം. എന്ന് വെച്ചാൽ ഒരു PC മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ല 2 PC എപ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് നടക്കാറില്ല. അപ്പോൾ എനിക്ക് വന്നൊരു കാര്യം, ബാക്കിയുള്ള 4 ദിവസം ഞാൻ കൂടി വന്ന ഒരു മണിക്കൂർ യൂസ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ആ ഒരു 1 hour, ആ ഒരു ഹവർ കണക്ക് എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇതുവരെ എനിക്ക് ഇത് രണ്ടാമത് ചാർജിന് ഇടേണ്ടി വന്നിട്ടില്ല. സോ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇതിൻ്റെ ആ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 50 hours ഓഫ് പ്ലേ ടൈമാണ് ഒരു PCന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 2 പീസും കൂടെ ആകുമ്പോൾ 100 hours ഓഫ് പ്ലേ ടൈമാണ് ബോൾട്ടിൻ്റെ ടോർക്ക് മസ്റ്റാങ് നമുക്ക് തരുന്ന ബാറ്ററി ബാക്കപ്പ്. പിന്നെ മെയിൻ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് ഇതിൽ. ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് അതിന് യൂസും ഇല്ല. എൻ്റെ മെയിൻ ഒരു യൂസ് പാട്ട് കേൾക്കുക, അങ്ങനെയൊക്കെ നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ലുക്ക് ഇങ്ങനെ ആൾക്കെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഷോ കാണിക്കതെ എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കുക, അതാണ് എൻ്റെ ഒരു സംഭവം. ഓക്കെ, സോ ഇപ്പോൾ സാധാരണ നമ്മൾ ആരെങ്കിലും മേടിക്കുകയാണെങ്കിലും അത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, വേറെ ഇങ്ങനെ വോയിസ് അസിസ്റ്റൻ്റൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, എന്നാലും പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ വേറൊരു വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ആപ്പുണ്ട്, ബോൾട്ട് AMP. അതിൽ കയറി കഴിഞ്ഞാൽ കുറേ കസ്റ്റമൈസേഷനൊക്കെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ ഒന്നുമല്ല, നമുക്കിതിൻ്റെ മറ്റേ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബാസ് കൂട്ടാം കുറയ്ക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അതിനെപ്പറ്റി ഒരു വിവരമില്ല. ഇത് കുറച്ച് എങ്ങനെ ഇരിക്കും, കൂട്ടി അങ്ങനെ ഇരിക്കും. സോ ഇതിൽ വരുന്ന പോലെ തന്നെയാണ് ഞാൻ പാട്ട് കേൾക്കുന്നത്. സോ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഗുഡാണ്, എന്ന് വെച്ചാൽ ഗുഡെന്നല്ല, നല്ലതാണ്, ഇതിൽ പറഞ്ഞതാണ്. പിന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഇതിൻ്റെ ഒരു ലുക്കാണ് ഇതിൻ്റെ സംഭവം. പിന്നെ പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ലോ ലേറ്റൻസി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് കൂടെ വേറെ 2 മോഡലും കൂടെ വരുന്നുണ്ട്, ഡാഷും ഡർബിയും. അപ്പോൾ അതിൽ ഈ ലോ ലേറ്റൻസി ഇല്ല. എന്ന് വെച്ചാൽ ഇതിൽ 45 ഹെർട്സ് അല്ല, MMSൻ്റെ ഒരു ലോ ലേറ്റൻസിയാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് സ്പെഷ്യലി ഒരു ഗെയിമിംഗ് സെൻട്രിക് ഒരു TWS ആണ്. സോ അതായത് ഞാനിത് വെച്ച് ഗെയിമൊക്കെ കളിച്ച് നോക്കിയപ്പോഴും നമുക്ക് ആ ലേറ്റൻസി അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിൻ്റെ അല്ല, ഈ ലേറ്റൻസിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ചില TWS ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാധാ ഒരു ലോ ലേറ്റൻസി അതൊന്നും നോക്കാതെ നമ്മൾ സാധാ ഒരു TWS മേടിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ, ഫോർ എക്സാമ്പിൾ നമ്മളത് വെച്ചുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ കാണുവാണ്.
അപ്പോൾ നമ്മളുടെ ആ ലോ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് കേൾക്കുന്നത് ഞാൻ ഈ പറഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളത് കേൾക്കുന്നത്. അതാണ് ബേസിക്കലി ലോ ലേറ്റൻസി. പക്ഷെ ഈ ഒരു സംഭവത്തിൽ അതിൻ്റെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമുക്കത് കേൾക്കേണ്ടത്. ഓക്കെ, ശരിയാണ്, നമ്മുടെ ഒരു വയർഡ് ഇയർഫോൺ തരുന്ന ഒരു അത്രയും ഒരു ആക്യുറൻസി നമുക്കിത് കിട്ടിയില്ലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനത് കേൾക്കുന്നത് എന്നൊരു ഫീല് നമുക്കിവിടെ വരില്ല. സോ അതാണ് എൻ്റെ ഒരു ഇതിലേക്കുള്ള റിവ്യൂ, ഒരു അൺബോക്സിങ് വീഡിയോ. സോ ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ സാധാ ഒരു നമ്മുടെ യൂസറൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തന്നെ നോക്കാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു അത്രയും ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ആയിരിക്കില്ല, ചെറിയൊരു വീഡിയോ ആയിരിക്കും. ചെറിയൊരു അൺബോക്സിങ്, ഒരു 2-3 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ പറഞ്ഞൊക്കെ കൂടി 8 മിനിറ്റ് തികച്ചാലായി, നോക്കാം എന്തായാലും. പിന്നെ കുറേയൊക്കെ എഡിറ്റ് ചെയ്തും അതൊക്കെ കളയണം. സോ ഇതാണ് നമ്മുടെ വീഡിയോ. കുറേ നാളെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ ഇനി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യാൻ ഒരു ഇത് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, ഒരു സമയം അതൊന്നും കിട്ടാതിരിക്കുന്നതുകൊണ്ടാണ്. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സാധനം എന്തായാലും നല്ലതാണ്. പക്ഷേ ഇത് ഞാൻ മേടിച്ചതും കൂടെ പറയാം. കാരണം ഇതിപ്പോൾ കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. അതായത് ബോൾട്ടിൻ്റെ സ്റ്റോറിലും ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ കുറേ സംഭവത്തിൽ നോക്കിയിട്ടും കറൻ്റ്ലി അൺഅവൈലബിൾ ആയിരുന്നു. ഈ സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇത് മേടിക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഫുൾ സ്റ്റോക്ക് ഔട്ടായിരുന്നു. ആ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ മേടിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോഴേക്കും എല്ലാവരും സാധനം മേടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാനിത് നോക്കി അങ്ങനെ അവസാനം ഓൺലി 1 ലെഫ്റ്റ് ഇൻ സ്റ്റോക്ക് പെട്ടെന്ന് ആമസോണിൽ വന്നപ്പോൾ ഞാൻ അപ്പം തന്നെ ബുക്ക് ചെയ്തു. സോ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം. അത് ഇപ്പോൾ എന്തായാലും കറൻ്റ് അൺഅവൈലബിൾ ആയതുകൊണ്ട് ഇടുന്നതിന് വല്ല ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ എന്തായാലും ഇതാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ എന്തായാലും സ്റ്റോക്കിൽ ഇനി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ട് മേടിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ ഇടുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.